ഹലോ നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ മഴ തോരും മുൻപേ എന്നുള്ള ആ സീരിയലിലെ കഥയിൽ നമ്മുടെ എന്താണ് ഈ കുട്ടി അലീന ഇടയ്ക്ക് ബോധം വന്നും പോയി ഇരിക്കുക. ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതിങ്ങനെ മയക്കുമരുന്ന് പോലുള്ള എന്തോ അകത്ത് ചെന്നിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ ഉറക്ക ഗുളികയാകാം അല്ലെങ്കിൽ മയക്കുമരുന്നാകാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് ഉറക്ക ഗുളികൊന്നും അലീന കഴിക്കുന്നില്ല, പിന്നെ മയക്കുമരുന്ന് എന്ന് പറഞ്ഞ സാധനം തന്നെ എന്താണെന്ന് അറിയില്ല, അന്ന് അങ്ങനെയുള്ള എന്തോ ആണ് ഈ കുട്ടിയുടെ അകത്ത് പെട്ടിരിക്കുന്നത്, എന്താണ് സംഭവം എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ആകെ വെപ്രാളെടുത്തിട്ട് പാടില്ല, മനുവിന് എന്ത് സംഭവിച്ചു എന്ന് അറിയണ്ടേ. അങ്ങനെ ബാലചന്ദ്രനെ വീട്ടിലേക്ക് പറഞ്ഞിട്ട് മനു നമ്മളുടെ അലീനെ കാണുന്നുണ്ട് കേട്ടോ. അലീനെ കണ്ടിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാരണം മനുവിൻ്റെ ഇഷ്ടം പറഞ്ഞ അപ്പം തന്നെയാണ് ഈ അലീനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്. കാരണം മനുവിന് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ. അപ്പോൾ അതുകൊണ്ട് അന്ന് തന്നെ ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചാലും അവന് അതിയായ ദുഃഖമുണ്ട് കേട്ടോ. സംഭവം എന്താണെന്നിട്ട് മനസ്സിലായിട്ടുമില്ല. അങ്ങനെ എന്തായാലും ഒരു മറ്റൊരു കള്ളനാണ് കയറുന്ന വെച്ചാലും കത്രയൊക്കെ എടുത്ത് കുത്തുമോ, അതൊക്കെ ഇതല്ലേ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ സത്യം പറയണം, എന്താണ് സംഭവിച്ചെന്നുള്ളത് പറയണം. അപ്പോൾ അലീനയ്ക്ക് ആദ്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് അവളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്, പക്ഷേ മനുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മനു അത് ഏത് ഇതിലാണ് എടുക്കുകയെന്നും അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മളെ മനുവിനോട് സത്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അലീന പറയുന്നുണ്ട്. കാരണം മനുവിനോടെങ്കിലും സത്യങ്ങൾ അലീന പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ ആളുകളും പറയുമ്പോൾ നന്മമാരായി പോകും. കാരണം ഇനിയും അവൾക്ക് തുടർന്ന് അവിടുന്ന് ജീവിക്കണമെങ്കിൽ ഇവർ പിന്നെ ഇവളെ അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പല്ലേ, അവൾ ഇത്രയേ ഉള്ളൂ എന്ന് അവരാണ് മനസ്സിലാക്കും. അപ്പോൾ മനുവിനോടും കൂടിയും പറയണം. അങ്ങനെ മനു ആകെ എന്താ പറയുക തിളച്ചാണ് അവിടെ വരുന്നത്, അവിടെ വീട്ടിൽ തിരിച്ച് വരുന്നുണ്ട്. മനു അന്തം വിട്ട് പോയി. കാരണം ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല അവരുടെ കയ്യിൽ നിന്ന്. അതാണ് കാരണം ഇവനൊരു താന്തോന്നിയാന്നൊക്കെ അറിയാം, ഹരി ഇത്തിരി താന്തോന്നിയാന്നൊക്കെ അറിയാം. അങ്ങനെ ആദ്യം രോഹിൻ്റെ അടുത്ത് ചെല്ലേണ്ടത് തോന്നുന്നു. രോഹിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷമാണ് ഹരിയുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഹരി അപ്പോൾ തന്നെ വാതിൽ വന്ന് തുറന്നപ്പോൾ തന്നെ കമല ചേച്ചിക്ക് എന്തോ വയ്ക്കും അവൻ എവിടെയെന്ന് ചോദിച്ചിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ